നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. പെരുന്നാൾ പറമ്പുകളിലും ഉത്സവ പറമ്പുകളിലും നമ്മൾ സ്ഥിരമായി കാണുന്ന ഈ വളയമേറ് സത്യത്തിൽ ഒരു വിനോദമല്ല, മറിച്ച് കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു പറ്റിക്കപ്പെടലാണ്. ₹1 പോലും മൂല്യമില്ലാത്ത പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങളും സോപ്പും ബിസ്ക്കറ്റും നിരത്തിവെച്ച് ആളുകളുടെ വാശിയെ മുതലെടുക്കുന്ന ഒരു തന്ത്രമാണിത്. ₹50 7 റിംഗ് എന്നത് കേൾക്കുമ്പോൾ ലാഭമാണെന്ന് തോന്നുമെങ്കിലും ₹500 കളഞ്ഞാലും കയ്യിൽ ഒരു മിഠായി പോലും കിട്ടാത്ത അവസ്ഥയാണ് പലർക്കും ഉണ്ടാകാറുള്ളത്. ഇത് നടത്തുന്നവർക്ക് ഇതിന് പിന്നിലെ ഫിസിക്സ് കൃത്യമായി അറിയാം. ചൂരൽ കൊണ്ടോ ഭാരം കുറഞ്ഞ പ്ലാസ്റ്റിക് കൊണ്ടോ ഉണ്ടാക്കിയ വളയങ്ങൾ പ്ലൈവുഡ് പലകയിൽ തട്ടുമ്പോൾ സ്വാഭാവികമായും തെറിച്ചു പോകും. വസ്തുക്കളുടെ വലിപ്പത്തേക്കാൾ കഷ്ടിച്ച് മാത്രം വലിപ്പമുള്ള വളയങ്ങൾ കൃത്യമായി അതിൽ വീഴുക എന്നത് അസാധ്യമായ കാര്യമാണ്. ഓരോ തവണ വളയം പുറത്തേക്ക് തെറിക്കുമ്പോഴേക്കും ചുറ്റും കൂടി നിൽക്കുന്നവരുടെ പരിഹാസം കലർന്ന നോട്ടം എറിയുന്നവന്റെ ഈഗോയെയാണ് മുറിവേൽപ്പിക്കുന്നത്. ആ ഒരു വാശിയിലാണ് അടുത്ത ₹500 കൂടി അയാൾ കൗണ്ടറിൽ വെക്കുന്നത്. തോറ്റുകൊടുക്കാൻ വയ്യാത്ത മലയാളിയുടെ ഈ സ്വഭാവമാണ് ഇത്തരം കച്ചവടക്കാർക്ക് മുതലാകുന്നത്. കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം വെറും പാഴായ വാശിക്ക് വേണ്ടി ഇത്തരം തട്ടിപ്പുകാർക്ക് എറിഞ്ഞു കൊടുക്കുന്നത് വലിയ കഷ്ടം തന്നെയാണ്. വെറും ഒരു കൗതുകത്തിന് എറിയുന്നവർ പോലും അറിയാതെ ഈ കെണിയിൽ വീണു പോകാറുണ്ട്. നമ്മുടെ നാട്ടിലെ ആഘോഷങ്ങളുടെ മറവിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ വന്ന് ഇങ്ങനെ സാധാരണക്കാരന്റെ പോക്കറ്റ് കീറുന്നത് കാണുമ്പോൾ സങ്കടം തോന്നും. ഈ കളിയിൽ ജയിക്കുന്നത് ഒരിക്കലും എറിയുന്നവനല്ല, മറിച്ച് വളയം വിൽക്കുന്നവൻ മാത്രമാണെന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.